പേഷ്യൻസ് പലപ്പോഴും ഇൻഫെർട്ടിലിറ്റിയിൽ വളരെ താല്പര്യത്തോടെ വരുന്ന കാണാറുണ്ട്. പിന്നീട് അവർ ബ്രേക്ക് ചെയ്യുന്നു നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ കാരണം അവർ വളരെ പ്രതീക്ഷയോടെയാണ് അവർ വരുന്നത്. അപ്പം ഓവുലേറ്റ് ചെയ്യുന്നു, അപ്പോൾ ആ ടൈം കണ്ടുപിടിക്കുന്നു, ആ ടൈം നോക്കി നോർമലി ട്രൈ ചെയ്യുന്നു, ലൈവ് ചെയ്യുന്നു. അവർ 100% പ്രഗ്നൻസിയാണ് മനസ്സിൽ കണക്കൂട്ടുന്നത്. അങ്ങനെയല്ല, IVയുടെയൊക്കെ സാധ്യത ഒരു 15%. നമ്മൾ ഇൻഫെർട്ടിലിറ്റിയിൽ നമ്മളേറ്റവും പ്രധാനം നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മുടെ ആ സക്സസ് സാധ്യതയെപ്പറ്റിയും നമ്മൾ അറിയണം. അപ്പം നമ്മൾ ഒരു മെത്തേഡ് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും സാധ്യതയില്ല എന്നൊരിക്കലും കരുതരുത്. അതിന് നമ്മളിപ്പോൾ IVF തന്നെ ഫസ്റ്റ് സൈക്കിളിനേക്കാളും 3 സൈക്കിൾസ് ചാൻസ് കൂടുതലാണ്. അപ്പം അത് അവർക്കൊരു ലോജിക്കലായിട്ട് അവർക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ മാസവും വരുന്ന അണ്ടത്തിൻ്റെ ക്വാളിറ്റി ഒരുപോലെയല്ല. ഇപ്പം നമ്മളിപ്പോൾ പ്രഗത്ഭരായ ആളുകളുടെ സഹോദരങ്ങളെക്കുറിച്ച് നമുക്കറിയത്തില്ല. കാരണം ഒരേ അപ്പൻ്റെ അമ്മയുടെയും മക്കളാണ്, പക്ഷെ എല്ലാവരും ഒരേ കാലിബർ അല്ല. കാരണം എന്ന് പറഞ്ഞ പോലെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി എല്ലാ മാസവും വ്യത്യാസപ്പെടും. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സാധ്യതകൾ എന്താണ്, പ്രശ്നം എന്താണ്, അത് നമുക്കൊരു കോൺഫിഡൻസ് തരും. ഇപ്പം നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്, എന്നിട്ട് അതാവുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത പടിയിലോട്ട് പോകുന്നുള്ളൊരു കുറച്ച് തീരുമാനത്തോടെ വേണം അതിനെ കാണാൻ. 2, പാർട്ണറുമായിട്ട് എപ്പോഴും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. തൻ്റെ പങ്കാളിയെ വൈകാരികമായിട്ട് മനസ്സിലാക്കാൻ വേണം. അവരെ മറ്റുള്ള മുമ്പിൽ പരിഹസിക്കുക, ഇതുകൊണ്ടാണ് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തെന്ന് പറയുക, അതുപോലെ എൻ്റെ ജീവിതം നശിച്ചെന്ന് പറയുക, ഇങ്ങനെയുള്ള കമൻറ്റുകൾ, അല്ലെങ്കിൽ ഞാൻ ഇത്ര നാളോട് നോക്കുമ്പോൾ ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കുകയാണെന്നൊക്കെ തമാശ രൂപേണ പറയുന്നത് പോലും പങ്കാളിയുടെ മനസ്സിൽ ആഴ്ത്തി മുറിവുണ്ടാക്കുകയും അവർ സ്ട്രെസ് ഫാക്ടർ കൂടുകയും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളൊക്കെ ഉൽപ്പാദനം കൂട്ടുകയും ചെയ്യും. അത് അവരുടെ പ്രത്യുൽപാദന ശേഷിയെ ദോഷകരമായിട്ട് ബാധിക്കും. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. എന്താണ് നമ്മുടെ പ്രശ്നം, നമ്മളെങ്ങനെയാണ് അതിനെ അതിജീവിക്കും, പോസിറ്റീവായിട്ട് അവർ ചെയ്യാൻ ശ്രമിക്കണം. 2 പേരും മെഡിറ്റേഷനിലോ പ്രയറിലോ ഇൻവോൾവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു ഹോപ്പ് കൊടുക്കണം. അത് പരാജയപ്പെടുമ്പോൾ നമ്മൾ ആഴത്തിലോട്ട് താഴ്ന്നു പോകുന്ന പോലെ തോന്നും. പക്ഷെ അതിനെ നമ്മൾ അതിൽ നിന്ന് കരകയറാനായിട്ടുള്ളൊരു ഇത് വേണം. ആദ്യം നമ്മുടെ പരിമിതികളെ പറ്റിയും എൻ്റെ സാധ്യതകളെ പറ്റിയും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അവിടെ കുഞ്ഞുങ്ങളുണ്ടായേ പറ്റുള്ളൂ. അടുത്ത കാര്യം, നമ്മൾ ഈ ചികിത്സകൾ വൈകിക്കരുത്. അപ്പം വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആൻറ്റിമുളേറിയൻ ഹോർമോൺ നോക്കുക, സ്പേം ടെസ്റ്റ്, ഇങ്ങനെയുള്ള ബേസിക് ടെസ്റ്റുകൾ ചെയ്തിട്ട് ഒരു സ്കാൻ ചെയ്ത് നോക്കുക. എന്നിട്ട് പ്രഗ്നൻസി ഡിലേ ചെയ്യാം. ഇതെല്ലാം നോർമലാണെന്ന് കരുതി പെട്ടെന്ന് ലേറ്റായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രോബ്ലം. അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 സ്ഥലത്താണെങ്കിൽ നമുക്ക് ഇന്ന് സ്പേം പ്രിസർവ് ചെയ്യുക, എഗ്ഗ് പ്രിസർവ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പം വിദേശത്ത് ഇപ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങളൊക്കെ പോകുന്ന സമയം അപ്പോൾ അവർക്ക് അവരുടെ എഗ്ഗ് എടുത്ത് ഫ്രീസ് ചെയ്യാൻ പറ്റും. പിന്നീട് അവർക്ക് സാഹചര്യമാകുമ്പോൾ അവർക്ക് ഇഞ്ചെക്ട് ചെയ്യാം. ഇപ്പം വിവാഹത്തിന് മുമ്പ് തന്നെ അവർക്ക് അവരുടെ എഗ്ഗ് ഫ്രീസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള നൂതന ചികിത്സാ മാർഗങ്ങളിലേക്ക് കടക്കുന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു ഡയറ്റ് കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യായാമം ഇമ്പോർട്ടൻ്റ് ആണ്.
മുന്തിയ ചികിത്സയിൽ പല മാർഗങ്ങളുണ്ട്. അതിന് നമ്മൾ വളരെ പ്രത്യാശ നൽകുന്നതാണ് ഇന്നത്തെ ചികിത്സ. പക്ഷേ അതിന് സമയമെടുക്കും. അവിടെ നമുക്ക് ക്ഷമ വേണം. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.